Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. MC റോഡിൽ കാലടി ജംഗ്ഷനിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ നികത്താൻ പൊതുമരാമത്ത് വിഭാഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ആവശ്യപ്പെട്ടു. മഴ പെയ്ത് ഓരോ ദിവസം കഴിയുന്തോറും കുഴിയുടെ ആഴം വർദ്ധിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. MC റോഡിൽ കാലടി ജംഗ്ഷനിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികളുടെ ആഴവും നീളവും വർദ്ധിച്ചു വരികയാണ്. ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണവും കൂടി വരുന്നു. കുഴികൾ കാരണം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് പതിവാണിവിടെ. ഇപ്പോൾ മഴ പെയ്ത് കുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. MC റോഡ് കാലടി ജംഗ്ഷനിലെ കുഴികൾ അടയ്ക്കാൻ എത്രയും വേഗം പൊതുമരാമത്ത് വിഭാഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ആവശ്യപ്പെട്ടു. MC റോഡിൻ്റെ കാലടി ഭാഗത്ത് അഗാധ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വളരെ അപകടകരമായ രീതിയിലാണ് ഈ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. നല്ല മഴ പെയ്യുന്ന സമയത്ത് കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇരുചക്ര വാഹന യാത്രക്കാർ ആ കുഴിയിൽ തട്ടി വീഴാനും കുഴിയിൽ ബൈക്ക് ചാടി വീഴാനും വലിയ അപകടങ്ങൾക്കും സാധ്യത നിലനിൽക്കുകയാണ്. പലവട്ടം ഈ റോഡിൻ്റെ ഉടയരായ PWD അധികൃതരോട് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ പലവട്ടം ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യം. നിലവിലെ പാലത്തിലെ കുഴി അവർ കഴിഞ്ഞ ദിവസം ടാർ ചെയ്തു. അത് ടാർ ചെയ്ത് മെനയാക്കിയെങ്കിലും കാലടിയിൽ പ്രത്യേകിച്ചൊരു കുഴി നമ്മുടെ അങ്കമാലി ഭാഗത്തേക്ക് അങ്കമാലി ഭാഗത്തേക്ക് വരുന്ന സ്ഥലത്ത് ഓപ്പൺ എയർ സ്റ്റേഡിയം കഴിയുമ്പോൾ തന്നെയാണ് റൈറ്റ് സൈഡിൽ ഒരു കുഴി. അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ വലിയൊരു കുഴി, രണ്ട് സൈഡിലും കുഴിയായിട്ട് മാറിക്കഴിഞ്ഞു. അത് വലിയ കുഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അഗാധഗർത്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് PWD അധികൃതർ ഈ കുഴി അടയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. പലവട്ടം ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരിൽ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഇത് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ പഞ്ചായത്തിൻ്റെ റോഡല്ലാത്തതിനാൽ, പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉള്ള റോഡല്ലാത്തതിനാൽ പഞ്ചായത്തിന് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയില്ല, നിയമപരമായി ചെയ്യാൻ കഴിയില്ല. വേറെ യാതൊരു ബുദ്ധിമുട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലോ ഭരണസമിതി അംഗങ്ങളെന്ന നിലയിലോ ഞങ്ങൾക്കില്ല. അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ തന്നെ ചെയ്തേനെ. പക്ഷേ നമുക്ക് പൈസ ചിലവാക്കാനായിട്ട് അനുവാദമില്ല. അത് ചിലവ് ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചിലവ് ചെയ്യില്ല, പൈസ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാകരുത്. പഞ്ചായത്തിനെ ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പൊതുമരാമത്ത് വിഭാഗം തന്നെ മനസ്സ് വെച്ചാലേ ഈ റോഡിലെ കുഴികൾ അടയ്ക്കാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് ഈ MC റോഡിലെ സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ നമ്മുടെ സ്തൂപത്തിൻ്റെ പരിസരത്തൊക്കെ കുഴികൾ രൂപപ്പെട്ടു വരികയാണ്. യൂണിവേഴ്സിറ്റി എൻട്രൻസിന് മുമ്പിൽ, സ്തൂപത്തിന് മുമ്പിൽ. അപ്പോൾ MC റോഡിൽ അങ്കമാലി റോഡിലേക്ക് ഇങ്ങോട്ട് പോരുമ്പോഴും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുമ്പോഴും ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടു വരുന്നു. അത് ദിവസങ്ങൾ കൊണ്ട്, ഇങ്ങനെ മഴ നിന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ആ കുഴികൾ വലിയ ഗർത്തങ്ങളായി തീരും. അപ്പോൾ അതാണ് അടിയന്തര നടപടി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.